ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിഷ്ണുപ്രിയ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ആർട്സ് ആയിരുന്നു. കോളേജ് ആർട്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് ദിവസം പോയി നിന്നായിരുന്നു. കുറച്ച് പേർക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി പോയി 4 ദിവസം അവിടെ കോളേജിലൊക്കെ നിന്നു, പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത്. അപ്പോൾ ആ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളും പുതിയ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ. കുറച്ച് ദിവസം മുന്നേ ആണ് ഇതൊക്കെ ഉണ്ടായത്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനും ഇത് വോയിസ് കയറ്റാനൊക്കെ ടൈം കിട്ടിയത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. 10-ാം തീയതി ഒരു 2:55 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 3:15 ബസ്സൊക്കെ കണക്കാക്കിയിട്ടാണ് ഇറങ്ങിയത്. ആ ബസ്സൊക്കെ കയറി ഞാൻ നേരെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാട്ടോ ട്രെയിൻ വന്ന്. 5:10 ട്രെയിൻ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. ട്രെയിൻ വരുന്ന ടൈമിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു, ചെറിയ സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ട്രെയിൻ വന്ന് ഞങ്ങൾ വേഗം ട്രെയിനിൽ കയറി. പെട്ടെന്ന് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ചെറിയ തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 4 ആൾ മാത്രമേ ഒരുമിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്, ബാക്കി എല്ലാവരും വേറെ സ്ഥലത്തായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്കമാലി എത്തി. അവിടെ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കോളേജിൻ്റെ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോളേജ് ബസ്സിൽ നേരെ യൂണിവേഴ്സിറ്റിക്ക് പോയി. അത്യാവശ്യം ദൂരമുള്ള പോലെ തോന്നി കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോളേജിലേക്ക്. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ് കാലടി. അങ്ങനെ അവിടെ എത്തി. അവിടെ ആർട്സ് പ്രമാണിച്ച് അത്യാവശ്യം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരുന്ന ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയാക്കിയിരുന്നു. ഞങ്ങൾ പിന്നെ ബാഗൊക്കെ റൂമിൽ കൊണ്ടുപോയി വെച്ച്, ഞങ്ങൾക്ക് റൂം അലൗട്ട് ചെയ്തിരുന്നു. അവിടെ റൂമിൽ കൊണ്ടുപോയി വെച്ച് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ വഴിയിലൊക്കെ നല്ല സൂപ്പറായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിരുന്നു. പിന്നെ അന്ന് രാത്രി കഞ്ഞിയും പയറും അച്ചാറൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി നടന്ന് റൂമിലോട്ട് വന്ന് ഫോണൊക്കെ ചാർജിനിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ നേരത്തെ റെഡിയായി ചായ കുടിക്കാൻ പോയി. ഇഡ്ഡലിയും സാമ്പാറും നല്ല സൂപ്പർ ചായയൊക്കെ ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ പ്രോഗ്രാംസ് ഓരോന്നുണ്ടായതുകൊണ്ട് പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഫോൺ ഓൾറെഡി ഡെഡായിരുന്നു, അതുകൊണ്ട് കുറച്ച് വീഡിയോസ് മാത്രമേ കിട്ടിയുള്ളൂ. വൈകുന്നേരം ഒരു ഘോഷയാത്ര ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും അതിന് പോയായിരുന്നു. അപ്പോഴും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര വിശപ്പ്. ഒരു 7 മണിക്കായപ്പോഴാണ് തിരിച്ചെത്തിയത്. ആ ടൈം ഫുഡ് കിട്ടൂലല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോയി ഫുഡ് കഴിച്ച്. പിന്നെ നാളത്തെ പ്രോഗ്രാമിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ അവിടെ അടുത്ത ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു, അപ്പോൾ ടെക്സ്റ്റ് ബുക്കും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് കറങ്ങി നടന്ന് നേരെ കോളേജിലേക്ക് തന്നെ പോയി. പിന്നെ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആയിരുന്നു ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ ഡാൻസ്, തിരുവാതിര എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ മേക്കപ്പ് ചെയ്യാനുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞങ്ങളും കൂടെ പോയി. തിരുവാതിരയുടെ സിറ്റും മുണ്ടുടുപ്പിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളും കൂടെ പോയായിരുന്നു. അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോൾ പിന്നെ ബോറടിക്കാൻ തുടങ്ങി. അപ്പം നൈസിൽ ഞങ്ങൾ അവിടെ നിന്ന് മുങ്ങി. സൂര്യയുടെ കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ചോറും സാമ്പാറും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങി. ആർട്സായിട്ടും അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത പോലെ ഫീലായിട്ടോ. വളരെ ഒരു ഏകാന്തതയായിരുന്നു. പ്രോഗ്രാംസൊക്കെ നല്ല ലേറ്റായിട്ടാണ് ഓരോന്നും നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ ബ്ലോക്കിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് റൂം അലൗട്ട് ചെയ്തിരുന്നത്. ബാമതി എന്നായിരുന്നു ആ ബ്ലോക്കിൻ്റെ പേര്, അക്കാദമിക് ബ്ലോക്ക്. പിന്നെ നമ്മുടെ കോളേജിൽ നിന്നുള്ള ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. ഷംസായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ ഡാൻസ് പ്രോഗ്രാംസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ചെന്നപ്പോൾ തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാർഗംകളി കണ്ടു. ഫോക്കൊന്നും ഞാൻ കണ്ടില്ല. ഫോക്കൊക്കെ അത്യാവശ്യം ലേറ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്, നൈറ്റായിരുന്നു. അപ്പോഴേക്ക് എനിക്ക് നാളെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടതിന് ശേഷമാണ് റൂമിലേക്ക് വന്നത്. പിന്നെ പിറ്റേ ദിവസം ലാസ്റ്റ് ഡേ 13-ാം തീയതി ഉച്ചയ്ക്കായിരുന്നു എൻ്റെ പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഓരോ തിരക്കിലായതുകൊണ്ട് വൈകുന്നേരം വരെയുള്ള വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഒരു 3 മണിയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കലൊന്നും ഉച്ചയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്ക് ഫോണിലൊട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ടില്ല. പിന്നെ വൈകുന്നേരമുള്ള നാടകങ്ങൾ മൊത്തം കണ്ടു. നാടകങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അറബിക്, ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃതം എല്ലാം കണ്ടു. എല്ലാം കഴിഞ്ഞ് റിസൾട്ടുകളൊക്കെ ഓരോന്നായിട്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പ്രൈസ് കൊടുക്കലായി. നമ്മുടെ ഷംസ് കലാതിലകമായി. നമ്മുടെ കോളേജ് ഫസ്റ്റ് റണ്ണറപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ടോട്ടലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടുന്ന് പിന്നെ ട്രോഫിയൊക്കെ വാങ്ങിയതിന് ശേഷം ആകെ സെലിബ്രേഷനും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ തന്നെ നിന്നിരുന്നു. ഒരു 3 മണി
ഒക്കെ ആയിട്ടാണ് തോന്നുന്നു റൂമിലേക്ക് പോയത്. 4 മണിയൊക്കെ ആയി ഉറങ്ങാൻ വേണ്ടിയിട്ട്. 5:45 എണീറ്റു. പിറ്റേ ദിവസത്തേക്കുള്ള ബാഗൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. പക്ഷേ വിചാരിച്ച ടൈമിന് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടും ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടേണ്ടത് അത്യാവശ്യമായതുകൊണ്ടും ഞങ്ങൾ ഒരു 3 ആൾക്ക് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോരേണ്ടി. ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ്സും പിടിച്ച് പോന്നു. ബാക്കിയുള്ളവരൊക്കെ പിന്നെ അടുത്ത ബസ്സിനാണ് വന്ന് തോന്നുന്നു. അവർ ഓടി പിടിച്ച് വരുന്നത് വീഡിയോയിൽ കാണുന്നുണ്ട് വിചാരിക്കുന്നത്. അവരെത്തിയപ്പോൾ ട്രെയിൻ എത്തിയായിരുന്നു കേട്ടോ. പിന്നെ ട്രെയിനിലെത്തിയപ്പോൾ ബാക്കി എല്ലാവരും ഒരുമിച്ച് കണ്ടുമുട്ടി. ഞങ്ങളെല്ലാവരും ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ ഫുഡ് കഴിച്ചിട്ട് ട്രെയിൻ ഇവിടെ തിരൂരെത്തിയത് 3 മണിക്കാട്ടോ. അപ്പം അതുവരെ ഒരു ഗ്ലേസ് പാക്കറ്റും രാവിലെ കുടിച്ച ചായയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ 4 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് എത്താത്ത പോലെ ഒരു ഫീലായിരുന്നു. എന്തുകൊണ്ടോ വീട്ടിലോട്ട് എത്താൻ വല്ലാത്തൊരു ത്വര ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ആ 4 ദിവസത്തെ വിശേഷങ്ങൾ. വലിയ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കുറച്ച് വെറൈറ്റി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി. കുറേ പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ കോളേജിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെ ഒന്നും കൂടി ഒരു കണക്ഷൻ വന്നു. എല്ലാവരുടെ അടുത്തും കൂടുതലൊന്ന് അറ്റാച്ച്ഡ് ആയി. അപ്പോൾ ടോട്ടലി ഒരു രസമായിരുന്നു 4 ദിവസം. ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് മാറിക്കാത്ത ആളാണ്. അപ്പോൾ 4 ദിവസം മാറി നിന്നപ്പോഴും ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.